കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർമ്മാണ തൊഴിലാളി 20 ലക്ഷത്തോളം നിർമ്മാണ തൊഴിലാളികളാണ് ക്ഷേമനിധി ബോർഡിലുള്ളത്. 3.5 ലക്ഷത്തോളം തൊഴിലാളികൾ പെൻഷൻ വാങ്ങുന്നവരുണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ട്. അതിൽ 8 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ വില്ലേജ് സമരം നടത്തുന്ന 14 മാസം. ഒരു മിനിറ്റ് ചേട്ടാ, എനിക്കറിയാം നിങ്ങൾ അതിൽ എനിക്കറിയാം ഞാൻ ആവശ്യം ധനസഹായം കൊടുത്തിട്ട് 2 വർഷമായി. പ്രസവ ആനുകൂല്യം 15,000 രൂപ കൊടുത്തിട്ട് 2 വർഷമായി. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുത്തിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ സമരദത്ത സംവിധാനമാണ്. സാധാരണ അമ്മമാര് ബാങ്കുകൾ ഇറങ്ങിയ സമയത്ത് മക്കളില്ലാത്ത അമ്മമാർ ഇറങ്ങുന്ന സമയത്ത് ഇന്നും പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്നല്ലേ നടപ്പിലാക്കുന്നു പറയുന്ന ഇടതുപക്ഷ സർക്കാർ വന്ന KSRTC ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. 233 കോടി രൂപ വരുമാനമുണ്ടായി. 1 കോടി രൂപയാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഇത് ആരുടെ ഖജനാവിൽ കൊടുക്കണം? ഇന്നും കൊടുക്കുന്നില്ല. എല്ലാ ഡിപ്പോകളും സമരം നടത്തുന്നു. കർഷകർ, നിങ്ങൾ പറഞ്ഞു ഓണത്തിന് കളക്ടറേറ്റിന് മുന്നിൽ എല്ലാ പത്രങ്ങളും എഴുതി കർഷകരുടെ സമരം. ഇത് നാട്ടുകാർ കാണുന്നതാ. പാലക്കാട് ജില്ല കളക്ടറേറ്റില് കർഷകർ നടത്തിയ സമരം സഖാവ് കണ്ടിട്ടുണ്ടായില്ല, പത്രം വായിച്ചിട്ടുണ്ടായില്ല, അന്ന് കണ്ണു തുറന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നു, ഞങ്ങൾ വന്ന തൊഴിലാളികൾക്ക് എല്ലാ കാര്യം നടപ്പിലാക്കുന്നു പറയുന്ന സർക്കാർ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ആരാ മുടക്കിയത്? നരേന്ദ്രമോദി സർക്കാരില്ല, നിങ്ങൾ മുടക്കി. അങ്ങനെ മുടങ്ങും ഉണ്ടാകും മന്ത്രി. ഞാനൊരു അപേക്ഷയുമായി സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ ആ പേപ്പർ നീങ്ങില്ല, അവന് ശമ്പളം കിട്ടാത്തതുകൊണ്ട്. അതിന്റെ ഉത്തരവാദി ആരാ? ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ. സഖാവ് ഒന്ന് പറ. ഓക്കെ, ഭരണ പരാജയമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്.